ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രേവതിയുടെ അമ്മ പറയുന്നു, നിൻ്റെ കണ്ണീര് അവൻ തുടക്കും. ഞാനും അത് കൊതിക്കുന്നുണ്ട്. നടക്കുമെന്ന് ആർക്കറിയാം? നടക്കും. ദേവിക്ക് മുന്നിലുള്ള പ്രാർത്ഥന ഞാൻ മുടക്കാറില്ലല്ലോ. മക്കൾക്ക് വേണ്ടിയുള്ള അമ്മമാരുടെ കണ്ണീര് ദൈവം കാണാതിരിക്കില്ല. സച്ചിയും നീയും സന്തോഷത്തോടെ തന്നെ കഴിയും. ദേവു അണിഞ്ഞിട്ട് വിളിക്കാണ്, അമ്മ വാ, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ചേച്ചി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഏയ്, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങാം. നിങ്ങൾ വരുമ്പോൾ പ്രശ്നം നടക്കുകയല്ലേ. ഞാൻ കരയുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാ. ഞാൻ ഇറങ്ങട്ടെ അമ്മേ? ശരി ദേവു. ഒറ്റയ്ക്ക് പോകണ്ട ചേച്ചി, ഞാനും കൂടി വരാം. അവളുടെ സഹോദരൻ കൂടെ പോയി. ദേവു പറയാണ് അമ്മയോട്, നല്ല വിഷമമുണ്ട് ചേച്ചിക്ക്. ഒക്കെ ശരിയാവൂടി, നീ കണ്ടോ. എന്നെ കാണിക്കുന്നത് പലിശ കൊടുക്കുന്ന ഫിനാൻസിനെയാണ്. അപ്പോൾ അയാൾ പറയാം, അയാൾക്ക് ഓരോരുത്തരും വരികയാണ് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ പറയാണ്, 4 ദിവസത്തെ അവധി തരാം, ആ 4 ദിവസം കൊണ്ട് ക്യാഷ് അടക്കണം, അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. സാറേ അത് ഒന്നും പറയണ്ട, നീ ചെല്ല്. വാ സച്ചി, ഇതെന്ത് പറ്റി? ചെറിയൊരു സംഭവം ഉണ്ടായി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇരിക്കെ. പറ സച്ചി. വാടക കാശും ഡ്യൂ കാശും തരാൻ വേണ്ടി വന്നതാ. സച്ചി പറയാണ്, കണക്ക് പറഞ്ഞ് എന്നെ ടെൻഷൻ എടുപ്പിക്കണ്ട. വാടകയും ഡ്യൂവും കൂടി രണ്ടും കൂടി ഒരു 20,000 രൂപ അടക്കാൻ കാണും. പക്ഷേ എൻ്റെ അടുത്ത് അതിൻ്റെ പകുതിയെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. പറഞ്ഞ് ഓട്ടം കുറവാ സാറേ. ലോങ് ട്രിപ്പ് കിട്ടുന്നത് വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ്. മിക്ക ആൾക്കാർക്കും സ്വന്തമായിട്ട് കാറുണ്ടല്ലോ. അത് കേട്ട ഫിനാൻസർ പറയാണ്, എല്ലാവരും വന്നിങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? പണം വാങ്ങുന്ന ഉത്സാഹം തരാൻ കാണിക്കുന്നില്ലല്ലോ. ഒരു സ്ത്രീ ഭർത്താവും മക്കളും അറിയാതെ ആധാരം പണയം വെച്ച് ക്യാഷ് വാങ്ങിച്ചു. പലിശ ചോദിച്ചപ്പോൾ ബബ്ബ കൈമലർത്തുകയാ. എന്താ സ്ത്രീയുടെ പേര് നാക്കിൻ തുമ്പത്ത് എത്തുന്നുണ്ട്. അത് പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ അടുത്ത് ഈ ബബ്ബയൊന്നും നടക്കില്ലല്ലോ. ഞാൻ അവരുടെ വളയും കോരി മടിച്ച്. സാറൊരു കേടിയാണെന്ന് അവർക്ക് മനസ്സിലായി കാണില്ല. ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാകാൻ. നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്? നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ കാശ് വാങ്ങണം. പിന്നെ ഓട്ടക്കുറവാണെന്ന് പറഞ്ഞല്ലോ. വാടക ക്യാഷ് സാറ് കുറച്ച് കുറക്കണം. മറക്കാൻ ഞാൻ എന്താ നായിയാ? അയാൾ പിന്നെ പറഞ്ഞതുപോലെ തന്നെ കുരക്കാണ്, ബബോ എന്ന് പറഞ്ഞിട്ട്. കുരച്ചു പോരെ? സച്ചിക്ക് എന്തെന്നില്ല ദേഷ്യം വരുന്നുണ്ട്. അഡ്വാൻസ് പോലും വാങ്ങിക്കാതെ ഞാൻ നിനക്ക് വണ്ടി തന്നത്. 1000-ഉം 10,000-ഉം വാങ്ങിയിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് വണ്ടി കൊടുക്കുന്നത്. അതൊക്കെ നിനക്കറിയാവുന്നതല്ലേ. കുറേ കാലമായിട്ട് നമ്മൾ തമ്മിലുള്ള ഡീല് നടക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് അഡ്വാൻസ് വാങ്ങാതെ കാറ് തന്നത്. എന്നിട്ട് വാടക കാശ് കുറക്കണം പോലും. അവൻ്റെ ഒരു ഡയലോഗ്. കാർ ഇവിടെ ഇട്ടിട്ട് പോ. മുഴുവൻ കാശ് തന്നതിന് ശേഷം കാർ എടുത്തിട്ട് പോ. ആരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടല്ലേ? പറഞ്ഞല്ലോ ഓട്ടം കുറവാ. ഞാൻ പറയുന്നത് സത്യം സാറേ. ഉണ്ടാതിരിക്ക്. സച്ചിയോട് പറയാണ്, ആദ്യം നീ കാറിൻ്റെ ഡ്യൂ അടക്ക്, എന്നിട്ട് സംസാരിച്ചാൽ മതി. എനിക്ക് മുഴുവൻ കാശും വേണം. കാശില്ലെന്ന് പറഞ്ഞില്ലേ സാറേ? കയ്യിലില്ലെങ്കെന്താ, നിന്റെ ഭാര്യയുടെ കഴുത്തിലും കയ്യിലും ഒക്കെ സ്വർണ്ണമുണ്ടല്ലോ. ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. നീ അതങ്ങ് ഊരിയെടുത്തോണ്ട് വാ, എനിക്കത് മതി. അപ്പം തന്നെ ഇരുന്നിട്ട് എണീറ്റ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താടാ ദേഷ്യം വന്നോ നിനക്ക്? ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ത്രീ വന്നിട്ട് വള തന്നിട്ട് പോയി എന്ന്. പണമായിട്ടല്ല, പൊന്നും ഡയമണ്ടും ഒക്കെ ഞാൻ സ്വീകരിക്കും. എനിക്കറിയാലോ നിങ്ങളെ. ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി നിങ്ങൾക്ക് വേണം അല്ലേ? കാശില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചേ. നീ ഒരു കാര്യം കാർ ഇവിടെ ഇട്ടിട്ട് പോ. കാശ് കൊണ്ടുവന്നിട്ട് കാർ എടുത്തുകൊണ്ട് പോയിക്കോ. ഓടിക്കാതെ എങ്ങനെ കാശ് കിട്ടും? ഒരു 3-4 ദിവസം കൂടി സമയം എന്താ? കാശ് മുഴുവൻ ഞാൻ തരാം. തരുമോ? തരും, ഉറപ്പാ. ശരി, നീ ഇപ്പോൾ കൊണ്ടുവന്ന കാശ് തന്നിട്ട് പോ. 4 ദിവസത്തിനകം ബാക്കി എത്തിക്കണം. അവൻ ക്യാഷ് കൊടുത്തു. അപ്പോൾ പറയാണ്, എന്നാ പോയിക്കോ. അയാളെ സ്വഭാവം മാറിയത് കണ്ടോ? ചെകിട്ടത്തിൽ 2 പൊട്ടിക്കാനാ തോന്നിയത്. സോറി സച്ചി, എല്ലാം ഞാൻ കാരണമല്ലേ ഉണ്ടായത്. നീ കാരണമൊന്നുമല്ല, ഒക്കെ ആ ഗജാനന്ദൻ കാരണം. പിന്നെ വീട്ടിലും ഉണ്ടല്ലോ ഒരുത്തി, അവളും. നീ എന്തിനാടാ രേവതിയെ കുറ്റപ്പെടുത്തുന്നത്? അവൾ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. വീട്ടിലേക്ക് ചെല്ല്. ഞാനിപ്പം വീട്ടിലേക്കില്ല. രേവതിയായിട്ട് നന്നായിട്ട് വഴക്കടിച്ചു. എൻ്റെ മനസ്സിൽ നിന്ന് അവൾ ചെയ്തത് പോന്നില്ലടാ. അയാളിപ്പോൾ പറഞ്ഞത് നീ കേട്ടതല്ലേ? അപമാനിച്ചു അയാളെന്നെ. എല്ലാം കൂടി ഓർക്കുമ്പോൾ എൻ്റെ തല പെരിക്കുക. നീ അതൊക്കെ വീട്ട് സച്ചി, നീ വീട്ടിൽ പോകാൻ നോക്ക്. വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എവിടെ പോവും? സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും പോയിരിക്കാം. നല്ല കാര്യം. ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നത്? ക്ഷേത്രത്തിലോ? നമ്മുടെ കഷ്ടം എന്തിനാ ക്ഷേത്രത്തിൽ പോയി പറയുന്നേ? ദൈവത്തിന് 1008 ജോലിയുണ്ട്. അതിൻ്റെ ഇടയിലാണ്
നമുക്ക് ആശ്വാസം തരുന്ന ഒരേ ഒരിട ബാറ. അവിടെ പോകാം. അവിടെ എന്തിനാ പോകുന്നേ? തലകുത്തി മറിയാൻ. എന്താടാ ഒന്നും അറിയാത്ത പോലെ? ശരീരത്തിന് വേദന വന്നാലും മനസ്സിന് വേദന വന്നാലും 10 മിനിറ്റ് കൊണ്ട് വേദന മാറ്റുന്ന ഒരേ ഒരു സ്ഥലം ബാറ. നീ വാ. കാണിക്കുന്നത് സുധി ഓരോ ഓട്ടോയിൽ വരുന്നതാണ്. അപ്പോൾ തന്നെ ചന്ദ്ര പുറത്തേക്ക് വന്നു. അവനെ കണ്ടതോടെ നല്ല സന്തോഷമായി. ആ സുധി വാ വാ, നിന്നെ നോക്കി ഇരിക്കായിരുന്നു. ശ്രുതി ദാ സുധി വന്നു. വാ മോനെ. ആ മോനെ ഇരിക്കേ. എന്താ അമ്മേ, ഞാൻ വിദേശത്തുനിന്ന് വന്ന പോലെയാണല്ലോ എല്ലാവരും എന്നെ വരവേൽക്കുന്നത്. സുധി, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഏയ് ഉറക്കപ്പറയല്ല, അകത്ത് രേവതിയുണ്ട്. ഇത്രയും നാൾ ഇവൻ ജോലിക്ക് പോയില്ല എന്ന് അവൾ അറിഞ്ഞാൽ പ്രശ്നമാവും. അവൾ ഇവൻ്റെ അച്ഛനോട് പോയി പറയും. അതിനവൾ വീട്ടിലില്ല ആൻറ്റി. ഏ ഇല്ലേ? ഇറങ്ങാൻ പോയിരിക്കാണോ? ഇനി വരട്ടെ. മനസ്സിൽ ചിന്തിക്കാണ്, പറഞ്ഞത് അബദ്ധമായോ എന്നിട്ട് ചോദിക്കാൻ. സുധി, ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ? അത് പറ. ഓ അറ്റൻഡ് ചെയ്തു. അതിന് ഇൻ്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് സുധി എന്താ ഇങ്ങനെ ഒരു ഉത്സാഹമില്ലാത്ത പോലെ പറയുന്നേ? അതെ, സുധിക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്മ ചെന്ന് ജ്യൂസ് എടുത്തിട്ട് വരാം. നിനക്ക് വേണ്ടി അമ്മ മാതളമൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അമ്മേ എനിക്ക് വേണ്ട, ജ്യൂസ് ശ്രുതിക്ക് കൊടുക്ക്. ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്ന് പറ. നിനക്ക് ജോലി കിട്ടുമോ? അത് എല്ലാ തവണത്തെ പോലെ അവരോട് ഉഴപ്പിയോ നീ? എനിക്ക് ജോലി കിട്ടി അമ്മേ. സന്തോഷമായി. ശ്രുതിക്കും ചന്ദ്രയ്ക്കും സന്തോഷമായി. അവൻ വീണ്ടും പറയാണ്, ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. ദൈവമേ, എൻ്റെ പ്രാർത്ഥന നീ ഒടുക്കം കേട്ടല്ലോ. കൺഗ്രാറ്റ്സ് ശ്രുതി. അവൾ കൈ കൊടുക്കുകയാണ്. താങ്ക് യു. ചന്ദ്ര പറയാണ്, ഇപ്പോൾ ഒരു സമാധാനമായി. ഇത്രയും നാൾ ഇവന് ജോലിയില്ലാത്ത കാര്യം മറച്ചു വെച്ചു. സത്യം രവിയേട്ടനെ അറിയുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞത്. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ടല്ലോ. എന്തായാലും നല്ല ജോലി തന്നെ കിട്ടിയല്ലോ. എന്ത് നല്ല ജോലി അമ്മേ? എൻ്റെ പഠിപ്പിന് പറ്റിയ ജോലിയൊന്നുമല്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ ഡിഗ്രികൾ എത്രയാണ് ശ്രുതി? സ്ഥാപനത്തിൻ്റെ MD 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. പിന്നെ അയാൾ എങ്ങനെ മുതലാളിയായി? അതാണമ്മേ എനിക്ക് മനസ്സിലാവാത്തത്. അയാളുടെ സംസാരം കേട്ടാൽ തോന്നും അയാൾ എലോൺ മസ്ക് ആണെന്ന്. മോനെ, മാസ്ക് കൊറോണ കാലത്ത് നമ്മൾ മുഖത്ത് വെക്കുന്നതല്ലേ? അമ്മേ, മാസ്ക് അല്ല, മസ്ക്. എന്ത് മസ്ക്? ആൻറ്റി, മസ്ക് ലോകത്തിലെ വലിയൊരു പണക്കാരനാണ്. പിന്നെ ഈ മുതലാളിയും വലിയ പണക്കാരനാണോ? 4 കാർ ഷോറൂമൊക്കെ അയാൾക്കുണ്ട്. അയാളുടെ കഥ പറച്ചിൽ കേട്ടാൽ തോന്നും അയാൾക്ക് ലോകം മുഴുവനും ഷോറൂമുകൾ ഉണ്ടെന്ന്. ഇതൊക്കെ ഒഴിവാക്കി വല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നതാ അയാൾക്ക് നല്ലത്. ശ്രുതി, ഇതൊന്നും അയാളോട് പറഞ്ഞേക്കല്ലേ. ഇല്ലില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ജോലി നമുക്ക് വേണമല്ലോ. അമ്മേ, ഇന്ന് വരെ ഞാൻ എൻ്റെ ബുദ്ധിയും അറിവും അയാളുടെ മുന്നിൽ കാണിച്ചിട്ടില്ല. എൻ്റെ മോൻ ബുദ്ധിശാലിയല്ലേ? ആരോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് എൻ്റെ മോന് നന്നായിട്ടറിയാം. ശ്രുതി കണ്ടല്ലോ എൻ്റെ മോൻ്റെ സാമർഥ്യം. MDയുടെ കീഴിൽ ജോലി ചെയ്യുക ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ലോകത്തിലെ പകുതി പേരും ആ നാറിയെപ്പോലെ ആണെന്നാണ് അയാൾ പറയുന്നത്. ശ്രുതി, അയാൾ എന്നെക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും. സക്സസ് ആവാൻ അങ്ങനെ മേലനങ്ങണം എന്നൊന്നുമില്ല. ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ് എനിക്കിഷ്ടം. 30 വർഷം അയാൾ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്ത് നടന്നു. ഇപ്പോഴാണ് അയാൾ സ്വന്തമായിട്ടൊരു കാർ ഷോറൂം പോലും തുറന്നത്. എന്നിട്ടാ? അപ്പോൾ വലിയ പണക്കാരനാവാൻ ഇത്രയും വർഷം കാത്തിരിക്കണോ? അയാളെപ്പോലെയുള്ളവർ അങ്ങനെ കാത്തിരിക്കണം. പക്ഷേ എന്നെപ്പോലെ ബുദ്ധിയും പഠിപ്പും ഉള്ള ഒരാൾക്ക് അങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പണക്കാരനാവാം. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി പെട്ടെന്നൊരു പണക്കാരനാവണം എന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും കൂടിയാ എന്നെ ഒരു ജോലിക്ക് തള്ളിവിട്ടത്. ഇനിയിപ്പോൾ നാളെ മുതൽ ജോലിക്കും പോകണം. എന്ത് ചെയ്യാനാ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് രേവതി വരുന്നതാണ്. രേവതി അങ്ങനെ നടന്നുകൊണ്ടേ വരുന്നുണ്ട്. രേവതി ആരെയും ഗവനിക്കാതെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചന്ദ്ര വിളിക്കുകയാണ്, രേവതി ഇങ്ങ് വാ. എവിടെ കറങ്ങാൻ പോയതാ നീ? പുറത്ത് പോകുന്നത് കറങ്ങാൻ വേണ്ടി മാത്രമാണോ? പിന്നെ നീ ഓഫീസ് ജോലിക്ക് പോയതാണോ? എവിടെ പോയതാ നീ? എൻ്റെ അമ്മയുടെ അടുത്ത് പോയതാ. ഇപ്പം എന്തിനാ പോയത്? ദിവസവും അമ്മയെ കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലേ? ഇവിടുത്തെ ജോലിയൊക്കെ ആരെടുക്കും? ശ്രുതി ജോലിക്ക് പോയി ക്ഷീണിച്ച് വന്നിരിക്കുക. ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും ഇവിടെ ആരുമില്ല. എന്തിനാ അവളെ നോക്കുന്നേ? ഈ മുറിയിൽ കയറി കിടന്ന് ഉറങ്ങാനാണോ ശരം വിട്ട പോലെ പോകുന്നേ? ചെന്ന് മാതള ജ്യൂസ് എടുത്തുകൊണ്ട് വാ. ആർക്കാ മാതള ജ്യൂസ്? കാണുന്ന പറഞ്ഞാലേ മഹാറാണി എടുത്തുകൊണ്ട് വരുള്ളൂ. ശ്രുതി ക്ഷീണിച്ച് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞതല്ലേ? അവൾ വിളിക്കുകയാണ്, ശ്രുതി
മാതളം ഫ്രിഡ്ജിലുണ്ട്. മിക്സി അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാര പാത്രം അവിടെ നോക്കിയാൽ കാണും. വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക്. വീണ്ടും ചന്ദ്ര പിന്നാലെ പായാണ്. അവൾ സ്റ്റാർക്കേസ് കയറിയിട്ട് മുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എടി നിൽക്കടി അവിടെ. അഹങ്കാരി, പറഞ്ഞേ കേട്ടില്ലേ? നിന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞാൽ നീ ജോലി ചെയ്യണം. നിങ്ങളോട് ജോലി ചെയ്യാൻ പറയാൻ നീ ആരാടി? അച്ചി നിന്നെ തലയിൽ വെച്ചപ്പോൾ ആടിയ ആട്ടം കയ്യിൽ വെച്ചപ്പോഴും ആടുവാണോ നീ? അഹങ്കാരം നിർത്തുന്നുണ്ട് ഞാൻ. അവളതും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. അതിനുശേഷം അമ്മമ്മ പറയാണ്, നീ അവിടെ ഇരിക്കും മോനെ, അമ്മ ജ്യൂസ് എടുത്തുകൊണ്ട് വരാം. വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം ആൻറ്റി. വേണ്ട മോളെ. അഹങ്കാരി, നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. രേവതിയെ നോക്കിക്കൊണ്ട് പറയാണ്. രേവതി മുറിയിൽ കയറി കഥകടക്കാണ്. എന്നിട്ട് അവൾ ചന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. അഹങ്കാരി, സച്ചി നിന്നെ തലയിൽ വെച്ചപ്പോൾ ആടി, തറയിൽ വെച്ചപ്പോഴും ആടുവാണോ നീ? കട്ടിലിൽ പോയി ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്. അദ്ദേഹം എന്നോട് പിണക്കത്തിലാണല്ലോ. ചിന്തിക്കാനും പറയാനും അദ്ദേഹവും ഇല്ല. അമ്മയുടെ പേടിപ്പിക്കലും ആജ്ഞാപിക്കലും ഒക്കെ കുറച്ചു കൂടും. എല്ലാവരും ഇനി എന്നെ തട്ടിക്കളിക്കും. സച്ചി ബാറിൽ പോയി നന്നായി കുടിക്കുകയാണ്. കൂടെയുള്ളവൻ പറയാണ്, സച്ചി നിർത്ത്, നമുക്ക് പോകാം. നീ വേണേ പോയിക്കോ, ഞാൻ വരുന്നില്ല. എടാ ഓവറായി. നീ ഇതൊക്കെ നിർത്തിയതല്ലേ, പിന്നെന്തിനാ വീണ്ടും? മോശാ സച്ചി. ഫിനാൻഷ്യർ ഒരു ഭാഗത്ത്, അയാൾ എന്നെ അപമാനിച്ചു. എന്നെ ചതിച്ചിട്ട് ഗജാനന്ദനെ പോലീസ് ഒന്നും ചെയ്തില്ല. തെളിവ് വേണത്രേ, തെളിവ്. രേവതി കളവ് പറഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. പിന്നെ നടന്നത് അവൾ പറയണമായിരുന്നു. ഇതിൽ ഗജാനന്ദനെ കുടുക്കായിരുന്നു. അവളെ ഞാൻ. രേവതിയെ കുറ്റപ്പെടുത്തണ്ട. ചെയ്തത് ശരിയാ. ഡേ, കയ്യിൽ നിന്ന് വാങ്ങിക്കും. ന്യായീകരിക്കല്ലേ, ന്യായീകരിക്കല്ലേ. കല്യാണം കഴിച്ചത് തന്നെ തെറ്റായിപ്പോയി. വേണ്ടായിരുന്നു. മര്യാദയ്ക്ക് കാർ ഓടിച്ച് ജീവിച്ചു പോയതാ. ഇപ്പോൾ ഒന്നുമില്ലാണ്ടായി. എടാ മതിയടാ, മിണ്ടാതിരിയടാ. അപ്പോഴേക്കും അതാ ഗജാനന്ദൻ്റെ ആൾക്കാർ വരികയാണ്. അവർ പറഞ്ഞും കൊണ്ടാണ് വരുന്നത്. അവൻ നമ്മളോടാ കളി. സച്ചിയെ കാണുന്നുണ്ട് ദൂരത്തുനിന്ന് തന്നെ. എന്നിട്ട് പറയാണ്, വാടാ ഒന്ന് മുട്ടാം. എന്നിട്ട് അതിലൊരുത്തം പറയാണ്, നോക്കടാ, നമ്മുടെ ഡ്രൈവർ സച്ചിക്ക് എന്തോ മനോവിഷമമുണ്ട്. കണ്ടില്ലേ, അവനാകെ മൊത്തം ഷോകാണ്. ഇവിടെ വന്ന് വലിയ വീരവാദം അടിച്ചവനെ ഇവിടെ വന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. കുടിക്കാതിരിക്കും ഗജാനന്ദൻ ബോസിനെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. ജയിലിൽ കയറ്റും അത്രേ, ജയിലിൽ. എടാ ഇന്നലെ കിട്ടിയതൊന്നും പോരെ, മിണ്ടാതെ പോകാൻ നോക്കടാ. ഇന്ത്യയിൽ ഇവൻ എന്ത് ചെയ്യൂടാ? CCTV ദൃശ്യം എടുക്കാൻ പോയി എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്താ കിട്ടിയില്ലേ? ഗജാനന്ദൻ ബോസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. നോക്കിയടാ, പയ്യന് ദേഷ്യം വരുന്നുണ്ട്. നീ പോലീസുകാരെ മേലെ കൈവച്ചത് കൊണ്ടാ എൻ്റെ കാറിപ്പോൾ ഷെഡിൽ കിടക്കുന്നേ. അപ്പം നീ വീണ്ടും ബോസിനെ തല്ലി. ബോസ് നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ടടാ. പെട്ടെന്നായിരുന്നു സച്ചി എണീറ്റതും ഒരുത്തൻ്റെ തല ആ ടേബിളിൽ തന്നെ എടുത്ത് അടിക്കുകയാണ്. മറ്റവൻ സച്ചിയെ തോണ്ടാൻ വരുമ്പോൾ പറയാണ്, ഏയ്. അപ്പോൾ ഹോട്ടൽ ബോയ് വന്നിട്ട് പറയാണ്, വീട്ടിൽ സച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കി ഞാൻ പോലീസിനെ വിളിക്കുവേ. മഹേഷ് പറയാണ്, അവനാ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അയാൾ പറയാണ്, തൽക്കാലം ബില്ലടിച്ചിട്ട് പോകാൻ നോക്ക് മഹേഷേ. സച്ചി നീ പോയേ. സച്ചി കൈകൊണ്ട് അയാളുടെ മുഖം ടേബിളിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇടിച്ചു. എന്നിട്ട് പുറത്തേക്ക് തള്ളി. പോടേ. നിന്നെ വിരലുകൊണ്ട് ചൂണ്ടിയിട്ട് പറയാണ്. എന്നിട്ട് മഹേഷിനോട് പറയാണ്, വാടാ. എന്തിനാടാ ഇങ്ങനെയായിരുന്നു വാങ്ങിക്കുന്നത്? സച്ചിനെ കൊണ്ട് പറയിക്കാനായിട്ട് ഹോട്ടൽ ബോയ് പറയാണ്. വീണ്ടും സച്ചി അവിടെ നിന്ന് ആടി പറയാണ്, ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. സച്ചി വിട്ടുകളാ. ആനന്ദനെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ കുത്തി കീറും. സച്ചി നീ എന്തായി കാണിക്കുന്നേ? വീട്ടിൽ പോകാൻ നോക്കിയേ. വീട്ടിലെന്തിനാടാ പോന്നേ? എടാ രേവതി കള്ളം പറഞ്ഞില്ലേ, ഞാൻ എന്തിനാ അവളുടെ അടുത്ത് പോന്നേ? എങ്ങോട്ടെങ്കിലും പോവാ, വിടറാ എന്നെ. എടാ സച്ചി വീട്ടിലേക്ക് പോടാ, രേവതി നിന്നെ കാത്തിരിക്കായിരിക്കും. എടാ അവളെക്കുറിച്ച് നീ മിണ്ടരുത്. എവിടെടാ എൻ്റെ വണ്ടി? പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ഒരു ഓട്ടോയിൽ വരികയാണ്. അല്ല ശ്രുതി, നീ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? ഞാൻ ഭയങ്കര ടയർഡാ ശ്രുതി, ഇന്ന് ക്ലയൻറ്റ്സ് കൂടുതലായിരുന്നു. നീ ഓണറല്ലേ, എന്തിനാ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നേ? സേരയിൽ ഇരുന്ന് കാശ് വാങ്ങിയാൽ മാത്രം പോരെ? ഹാർഡ് വർക്ക് ചെയ്യണം ശ്രുതി, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. രാവിലെ മുതൽ ഈ നിമിഷം വരെ നിൽക്കുകയായിരുന്നു, അതിലൊക്കെ വേദനിക്കുന്നു. ശ്രുതി മിനിറ്റ്. അപ്പം തന്നെ അവനെന്ത് പണിയെടുത്ത് അവളെ എടുത്ത് പൊക്കി. ഇതായി കാണിക്കുന്നത് ശ്രുതി, താഴെ ഇറക്ക്. കാല് വേദനിക്കുന്നില്ലേ? നടക്കണ്ട, താഴെ ഇറക്ക്, ആരെങ്കിലും കാണും. എന്താ? അവൻ എന്നിട്ട് അവളെ പൊക്കി എടുത്ത് കൊണ്ടുപോവുകയാണ് നല്ല സന്തോഷത്തോടു കൂടി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.